കലാഭവൻ നവാസിന്റെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. മൃതദേഹം ആലുവയിലുള്ള നവാസിന്റെ വീട്ടിലേക്ക് എത്തിക്കുന്നു. സ്നേഹമുൾ നേരാനുണ്ട് വിവരങ്ങളുമായി. സ്നേഹ, ഭൗതികദേഹം വീട്ടിലേക്ക് എത്തിച്ചോ? വിശദ വിവരങ്ങൾ എന്താണ്? മൂത്തി അല്പസമയത്തിനുള്ളിൽ തന്നെ കലാഭവൻ നവാസിന്റെ ഭൗതിക ശരീരം ആലുവയിലുള്ള അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിക്കും. 12:30 കൂടി തന്നെയാണ് ഈ പോസ്റ്റ്മോർട്ടം പൂർത്തിയായത്. കളമശ്ശേരി മെഡിക്കൽ കോളേജിലായിരുന്നു പോസ്റ്റ്മോർട്ടം. അതിനുശേഷം മതാചാര പ്രകാരമുള്ള ചടങ്ങുകൾക്കായി ഒരു പള്ളിയിലേക്ക് അദ്ദേഹത്തിന്റെ മൃതദേഹം കൊണ്ടുപോയി. അതിനുശേഷം അല്പസമയത്തിനുള്ളിൽ തന്നെ വീട്ടിലെത്തുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു 3:30 വരെ ഇവിടെ ആലുവയിലെ അദ്ദേഹത്തിന്റെ വീട്ടിൽ പൊതുദർശനമുണ്ടാകും. അതിനുശേഷം ആലുവ ജുമാ മസ്ജിദിലേക്ക് അദ്ദേഹത്തിൻ്റെ മൃതദേഹം കൊണ്ടുപോകും. ശേഷം ഒരു 5:30 അദ്ദേഹത്തിൻ്റെ ഖബറടക്കം നടക്കുക. ഏതായാലും വലിയ ഒരു നഷ്ടം തന്നെയാണ് ഒരു കലാകാരൻ എന്ന നിലയിൽ. ഇന്നലെ രാത്രി 9 മണിയോടുകൂടി തന്നെയാണ് ചോറ്റാനിക്കരയിലുള്ള ഒരു സ്വകാര്യ ഹോട്ടലിൽ വെച്ച് അദ്ദേഹത്തിന് അന്ത്യം സംഭവിച്ചത്. പ്രകമ്പനം എന്ന സിനിമയുമായി ബന്ധപ്പെട്ട ഷൂട്ടിംഗ് നടക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഷെഡ്യൂൾ പൂർത്തിയായതിനു ശേഷം വീട്ടിലേക്ക് വരാനായി ഹോട്ടലിലേക്ക് പോയ സമയത്തായിരുന്നു അദ്ദേഹത്തിന് ഹൃദയാഘാതം സംഭവിച്ചത്. പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഹൃദയാഘാതം തന്നെയെന്ന് ഡോക്ടർമാർ സ്ഥിരീകരിക്കുകയാണ്. ഈ ഹോട്ടലിലെ ഒരു ജീവനക്കാരനായിരുന്നു. ഈ ചെക്കൗട്ടിൻ്റെ സമയമായപ്പോൾ അദ്ദേഹത്തെ കാണാനില്ലായിരുന്നു. അങ്ങനെ റൂമിലേക്ക് അന്വേഷിച്ച് പോയിരുന്നു. അപ്പോൾ റൂമിൻ്റെ ഡോറ് ലോക്കല്ലായിരുന്നു എന്നാണ് ജീവനക്കാരൻ നമ്മളോട് പ്രതികരിച്ചത്. ആദ്യം കോളിംഗ് ബെൽ അടിച്ചു, പക്ഷേ മറുഭാഗത്തു നിന്ന് പ്രതികരണമൊന്നും ഉണ്ടായില്ല. ശേഷമാണ് റൂം തുറന്ന് അകത്തേക്ക് കയറി നോക്കിയപ്പോൾ തറയിൽ ജീവനറ്റ് കിടക്കുന്ന അദ്ദേഹത്തെയാണ് കണ്ടത്. അതിനുശേഷം ചോറ്റാനിക്കരയിലെ തന്നെ തൊട്ടടുത്തുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും അതുപോലെ തന്നെ ഹോട്ടൽ ജീവനക്കാരും എത്തി അദ്ദേഹത്തിൻ്റെ മൃതദേഹം സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരുന്നു. ശേഷം രാത്രിയോടെ തന്നെ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് പ്രവേശിപ്പിച്ചിരുന്നു. നമുക്കറിയാം, മരണപ്പെട്ട കലാഭവൻ നവാസിന്റെ ഭൗതികദേഹം അല്പസമയത്തിനകം തന്നെ ആലുവയിലെ വീട്ടിലേക്ക് കൊണ്ടുവരും. സ്നേഹമുള്ളനാണ് വിശദാംശങ്ങൾ നൽകിയത്.